എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ ഈ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എങ്കിലും ഞാൻ ചെറുതായി ഒന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ശാലിനി നൂറിൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യനുമായിട്ട് അടിയാവുന്നു. ആ സമയത്താണ് ശാലിനി അതിലേക്ക് വരുന്നത്. അത് ശാലിനിയുടെ വല്യച്ഛൻ്റെ മകനാണ്, അനൂപ് എന്ന് പറയുന്ന പയ്യനാണ്. അങ്ങനെ ശാലിനി അവരെ രക്ഷിച്ചു വിടുന്നു. രണ്ടുപേര് റിസൾട്ട് നോക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ശാലിനി അവരെ നയത്തിൽ പറഞ്ഞു വിടുകയാണ്. പിന്നീട് നമ്മുടെ നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യൻ നമ്മുടെ സുബൈറക്കയുടെ അടുത്ത് ചെന്നിട്ട് ബഹളം വയ്ക്കുന്നു. നിങ്ങളുടെ മകൾ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കത്തില്ല, പുതിയ വാടക വീട്ടുകാർ വന്നപ്പോഴാണ് അവളുടെ സ്വഭാവം മാറിയെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് വിഷ്ണു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വിഷ്ണു പറയാണ്, സുബൈറക്ക നൂറ് നല്ലൊരു കുട്ടിയാണ്, എനിക്ക് അവളുടെ അനിയത്തെ പോലെയാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അപ്പം മറ്റേ നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യൻ ഭയങ്കര ബഹളം വെക്കുന്നു. ഇനി ഞാൻ അവിടുന്ന് പറഞ്ഞു വിടുവിടാ, ഇനി അവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ അവരങ്ങനെ പോകുന്നു. അപ്പം വിഷ്ണു ഓട്ടോറിക്ഷയിൽ ലോൺ കിട്ടിയ കാര്യമൊക്കെ അറിയിക്കുന്നു. സുബൈർക്കരെ നന്ദി പറയാൻ വന്നതാണെന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ലിസ്റ്റൊക്കെ തപ്പുകയാണ്. ആ സമയത്ത് പിള്ളയും വരുന്നു. അങ്ങനെ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് പൈസ ചോദിക്കുന്ന സമയത്ത് രാഘവൻ നായരോട് പൈസ എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ രാഘവൻ നായർ ഒരു 25,000 രൂപ കഴിഞ്ഞ ദിവസം നമ്മുടെ സത്യഭാമ കൊടുത്തിരുന്നത് കാണുന്നില്ല, എവിടെ വെച്ചെന്ന് രാഘവൻ നായർക്ക് ഓർമ്മയില്ല. അങ്ങനെ എല്ലായിടത്തും തപ്പുകയാണ്. ആ സമയത്ത് സത്യഭാമ പറയും, എന്ത് ചെയ്യാനോ, ഒരു ഉപകാരവും ചെയ്യത്തില്ല, ഇങ്ങനെ നിൽക്കുന്നവർ ചത്ത് കിട്ടുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശപിക്കുകയാണ്. അപ്പോൾ രാഘവൻ നായർക്ക് വിഷമമൊക്കെ വരുന്നു. ഓർമ്മയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണല്ലോ, അതുകൊണ്ട് താൻ ചെയ്യുന്നതെന്ന് എന്താണെന്ന് അയാൾക്ക് അറിയുന്നുമില്ല. അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ശ്യാമയാണെങ്കിൽ വീട്ടിലേക്ക് ശാരദ ടീച്ചറെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയണം. രോഹിത് പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഞങ്ങൾ ഒരു കാര്യത്തിനും സമ്മതിക്കത്തില്ല, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ശാരദ ടീച്ചർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, അവനെയും കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറയുന്നത്. അങ്ങനെ ശ്യാമ സമ്മതിക്കുകയാണ് അങ്ങനെ പോകാമെന്ന് പറഞ്ഞ്. ആ സമയത്ത് ശ്യാമ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാഘവൻ നായർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ശ്യാമ അച്ഛനും പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വെക്കുകയാണ്. അങ്ങനെ ശ്യാമ നോക്കുമ്പോഴത്തേനും അച്ഛൻ വന്നിട്ട് മുറ്റത്തെ ഈ കരികിലൊക്കെ ഇങ്ങനെ വാരി കൂട്ടുകയാണ്. അപ്പോൾ പറയും, ബാമേ ബാമേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്യാമ ഓടി വരും. അപ്പോൾ ശ്യാമ പറയും, എന്താ വെച്ചാൽ ഇങ്ങനെ ഇവിടെ എത്ര പെണ്ണുങ്ങളുള്ളത്, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല അടിച്ചു പാരണം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ബാമയോട് ബാമയെ വിളിക്കാൻ പറയുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശരിക്കും രാഘവൻ നായർ ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്യാമ വിളിച്ച് അകത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ പോയി ഇരുത്തുകയാണ്. അങ്ങനെ ഇരുത്തുന്ന സമയത്ത് രാഘവൻ നായരുടെ വിചാരം ഇപ്പോഴും അത് തൻ്റെ സ്വന്തം വീടാണെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉപേന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഉപേന്ദ്രൻ പറയും, ഇവിടെ എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയും പ്രശ്നങ്ങളൊക്കെ ആവുകയാണ്. അങ്ങനെ രാഘവൻ നായരെ തള്ളി താഴെ ഇടുകയാണ്. താഴെ ഇടുന്ന സമയത്ത് രാഘവൻ നായരുടെ ആ സ്റ്റിക്ക് കയ്യിൽ നിന്ന് തെറിച്ച് തല പോയി ഇങ്ങനെ ഇടിക്കുകയാണ്. ഇത് നമ്മുടെ രോഹിത് കാണുന്നുണ്ട്. പെട്ടെന്ന് രോഹിത്തിനൊരു വിഷമമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രോഹിത് ഇങ്ങനെ എടുക്കാൻ സഹായിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉപേന്ദ്രൻ ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ഇത് രോഹിത്തിൻ്റെ അഭിനയമാണോ ഇതൊന്നും നമുക്കറിയത്തില്ല, എന്താണ് രോഹിത് ഉദ്ദേശിക്കുന്നതെന്നും അറിയത്തില്ല. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ അച്ഛനെ കാണുന്നില്ല എന്നുള്ള ഇതുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അമ്മ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പോൾ നമ്മുടെ ശാലിനിനെ വിഷ്ണു വിളിക്കുകയാണ്, ഇങ്ങനെ അച്ഛനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം ശാലിനി പറയും, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അച്ഛൻ നമ്മുടെ പഴയ വീട്ടിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു അച്ഛനെ കൂട്ടാൻ വേണ്ടി പോകുന്ന എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ്